സിദ്ധു, നീ എന്താടാ അവളോട് സംസാരിച്ചേ? നമ്മളോട് കൂടി പറയടാ. ഞാൻ എന്താ പറഞ്ഞാൽ നിനക്കെന്താടാ? അവൾ ഇഷ്ടമാണല്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവളോട് പോയി പറയട്ടെ എനിക്കിഷ്ടമാണ്. എനിക്കൊരു കുഴപ്പമില്ല, നീക്കായിട്ട് വെറുതെ പറയാതിരുന്നാൽ മതി. അതെന്തിനാടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാനും അവളൊക്കെ ക്ലാസ്സിലല്ലേ പഠിക്കണേ, അപ്പോൾ എനിക്ക് കൂടി പറഞ്ഞിരിക്കണ്ടേ. പിന്നെ പണ്ട് നിൻ്റെ അപ്പൻ നിങ്ങൾ ഇട്ടുപോയതുപോലെ ഇനി അവൾ ഇട്ടുപോയാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. നീ എന്ത് വരാൻ പറഞ്ഞു? നീ മാത്രമേ വന്നുള്ളൂ? ഇല്ല, അമ്മയുടെ ഒപ്പം. അവളുടെ ഒരു വിവരവും ഇല്ലല്ലോ. 1-2 ദിവസമായി വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല. നിന്നെ വിളിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് അവളേതായ കാരണങ്ങളുണ്ടാവും. എല്ലാം നിന്നോട് പറയണമെന്നൊന്നുമില്ലല്ലോ. അതല്ല, അവൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാറുള്ളതാ. അവൾ ആൻറ്റിയോടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞെന്ന് എനിക്കറിയാം. ആൻറ്റി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ആൻറ്റിയോട് പറയാതെ മുന്നോട്ട് കൊണ്ടുവന്നതിൽ എന്തോ തെറ്റ് ഫീൽ ചെയ്തിരുന്നു. അതാ അവിടെ ഒന്ന് പറഞ്ഞേ. എനിക്കിത് ആൻറ്റിയോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളുടെ സ്പേസിലേക്ക് കയറണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ അവളുടെ പഠിപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചെന്നൈ വരെ പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ നിന്നെ വിളിക്കുമായിരിക്കും. നീ വിളിച്ചില്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന ഇഷ്ടം അവൾക്ക് ഉണ്ടാവില്ലായിരിക്കും. ഇത് പറയാനാണോ നീ ഇത്രയും ദൂരം ഞങ്ങൾ വിളിച്ചു വരുത്തിയത്? പിന്നെ നിന്നോടും ഞങ്ങൾക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളും വന്നത്. അല്ല, എന്നെ കണ്ടിട്ട് എന്താ ആവശ്യം? അവള് പറഞ്ഞതൊക്കെ നേരാണെന്ന് അറിയണ്ടേ, അതിനു വേണ്ടി വന്നതാണ്. ഞാനൊരു കഥ പറയാം. ഒരു കടത്തുകാരൻ്റെ കഥ. അയാളുടെ ഈ ചരക്കുകൾ അക്കരയ്ക്ക് എത്തിക്കുന്ന ഒരാളായിരുന്നു. ആളൊരു തോൽവിയായിരുന്നു. ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും നേടാത്തൊരു മനുഷ്യൻ. പക്ഷെ അയാൾ നന്നായി അധ്വാനിച്ച് തന്നെ ഒരു തരി പൊന്ന് സ്വന്തമാക്കിയിരുന്നു. ഇത്രയും ആഗ്രഹിച്ച് നേടിയ പൊന്നിനെ മറ്റെന്തിനേക്കാൾ അയാൾ സ്നേഹിച്ചിരുന്നു. ആ പൊന്ന് വന്നേ പിന്നെയാണ് ജീവിതം ഒന്ന് നേരെയാവാൻ തുടങ്ങിയത് തന്നെ. കുത്തിയൊലിക്കുന്ന ആ പുഴയിലൂടെ ചരക്കുമായി അക്കരയ്ക്ക് പോകുന്നതിനിടയിൽ തൻ്റെ പൊന്നു മോഷ്ടിക്കാനായി മുഖംമൂടി അണിഞ്ഞ ചില കൊള്ളക്കാർ ആ വഞ്ചിയിലേക്ക് നുഴഞ്ഞു കയറി. താൻ പോലും അറിയാതെ ആ പൊന്നിനെ ആ വഞ്ചിയിൽ നിന്നും അവർ എന്നേക്കുമായി എടുത്തു മാറ്റി. കോരിച്ചൊരിയുന്ന ആ മഴയത്ത് ആരൊക്കെ വന്നോ പോയി എന്ന് തിരിച്ചറിയാൻ മാത്രം അറിവുള്ളവരാരും തന്നെ ആ നാട്ടിലുണ്ടായിരുന്നില്ല. പക്ഷേ കൊള്ളയടിച്ചവനും കൊള്ളയടിക്കപ്പെട്ടവനുമല്ലാതെ മറ്റൊരു കഥാപാത്രം ഇതെല്ലാം കണ്ട് കൂമനായി നിൽക്കുന്നുണ്ടായിരുന്നു. അത് കടത്തുകാരൻ്റെ സ്വന്തം വാലാട്ടി പട്ടിയായിരുന്നു. എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനായിരുന്നു ഇതെല്ലാം? നിങ്ങളുടെ മകളേക്കാൾ വലുതാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും. എല്ലാ അമ്മമാരെ പോലെ നൊന്ത് പ്രസവിച്ച എൻ്റെ കുട്ടി ഒരു ദിവസം പറയാണ് ഒരാളിഷ്ടമാണെന്ന്. വാശി അവൾക്ക് എന്നോട്, അതും നിനക്ക് വേണ്ടി, നിന്നെപ്പോലുള്ള ഒരുത്തന് വേണ്ടി, അതോ ഏതോ ഒരു ജാതിയിൽ പെട്ട് ജനിച്ച നിനക്ക് വേണ്ടി, അതും സ്വന്തമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലാത്ത നിനക്ക് വേണ്ടി അവൾക്ക് വാശി. നീ എന്ത് വിചാരിച്ചു? ഒരു നേരം നിന്നെ തിന്നാൻ വിളിച്ചപ്പോഴും മോളുടെ കൂടെ നടക്കണ കണ്ടിട്ട് തലയാട്ടി ചിരിച്ചപ്പോഴും ഞാൻ നിന്റെ സ്ഥാനം മറന്നെന്ന് വിചാരിച്ചോ? പട്ടികളില്ലേ, പട്ടിക്ക് ഒരു തവണ ബിസ്ക്കറ്റ് കൊടുത്താൽ അത് വാലാട്ടി പിന്നാലെ വരും. ഈ വാലാട്ടി വരുന്ന പട്ടികളുണ്ടല്ലോ, വീടിനുള്ളിൽ കയറി അടിച്ചിറങ്ങും. വീണ്ടും അവിടെ കിടന്ന് നിരങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് കൊടുത്ത കൈ കൊണ്ട് തന്നെ വിഷം കൊടുക്കും. അതേപോലെ തന്നെയാണ് നിനക്കും. ഔദാര്യം കൊണ്ട് തരുന്നത് അവകാശമാണെന്ന് കരുതരുത്. അങ്ങനെയുള്ള നിനക്ക് വേണ്ടി വാശി പിടിച്ച അതെൻ്റെ മോളായാലും അവളെ ഞാൻ അങ്ങനെ മറന്നു. എനിക്ക് നാട്ടുകാർ തന്നതായി ഭ്രാന്തെന്ന വിലാസം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭ്രാന്ത് 2 തരത്തിലുണ്ട്. ഒന്ന് ജനിച്ചപ്പോൾ മുതൽ കൂടപ്പിറപ്പായതും, മറ്റൊന്ന് നാട്ടുകാർ തലയിൽ വെച്ച് തന്നതും. ഇതിൽ രണ്ടാമത്തേതാണ് എൻ്റെ, ഒന്നാമത്തേത് നിങ്ങളുടെ.
ഭ്രാന്തോ? എനിക്കോ? നിന്റെ ഇത്ര നേരത്തെ ഈ തോന്നിവാസങ്ങളൊക്കെ കേട്ടിരുന്ന എനിക്കോ ഭ്രാന്ത്? നിന്നെ ഇത്ര നേരം പറയാൻ എന്നെ അനുവദിച്ച എനിക്കോ ഭ്രാന്ത്? നോക്കി നിൽക്കാതെ തല്ലി തീർക്കടവന്. ഇനി നീ എന്ത് ചെയ്യാൻ പോവാ? നല്ല തൊഴിഞ്ഞ് വെക്കണമെന്ന് കയറി വരുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മാറി വന്ന എല്ലാത്തിനും പ്രശ്നം. അത് നിന്റെ പ്രാന്തിനിപ്പോൾ കുറവൊന്നുമില്ല അല്ലേ? എന്നാലും നിനക്കങ്ങനെ തോന്നിയടാ അത് സ്വന്തം പെങ്ങളെ? എന്നെ ഇട്ടിട്ട് കുഴപ്പമില്ലാത്ത തന്നെ എന്തിനാ വേറൊരു പെണ്ണുമായി ഇപ്പൊ സന്തോഷമായില്ലേ? അപ്പനും പോയി പോയി. മഴയും നീ ഇങ്ങോട്ട് വന്നേ, നിന്റെ വീട്ടിൽ പറഞ്ഞിട്ടെന്നെ കയറില്ല. നടക്ക് ഇങ്ങോട്ട്. ചേച്ചിയുടെ കുർത്തങ്ങട്ട മോൻ എന്തിട്ടൊക്കെ കാട്ടിക്കൂട്ടാൻ ചേച്ചിക്ക് അറിയോ? ആ കടറ ബേക്കുള്ള പയ്യന്റെ തല അടിച്ച് പൊളിച്ചവൻ. ഞാൻ ചെന്നില്ല, ചെക്കൻ ചത്തുപോയേനെ. ഉള്ളോണ്ടല്ലേ ചേച്ചി ഞാൻ വന്ന് പറഞ്ഞ കാര്യം. ഉള്ളതാണോ? നീ ഒത്തേരി പോയെ, ഞാൻ നോക്കിക്കോളാം. ചേച്ചി എന്താ നോക്കിക്കോളാന്നാ ചേച്ചി പറയണേ? ചേച്ചി ഇങ്ങോട്ട് പോവാ, ഞാൻ പറഞ്ഞാൽ എന്തുണ്ടായാണ്. ടീച്ചർ മോന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് പോയടാ. പിള്ളേരാകുമ്പോ തള്ളുകൂടലൊക്കെ ഉണ്ടാവും. അതിനെ മാനസിക രോഗമൊക്കെ അങ്ങനെ നിനക്കൊക്കെ എത്ര മാനസിക രോഗം വരണോ? പിള്ളേരാന്ന് വെച്ചിട്ട് ഒരു ചെക്കൻ്റെ തലയൊക്കെ അടിച്ച് പൊളിക്കലാണോ? എൻ്റെ പൊന്നേച്ചി, ഞാൻ പറയണമെന്ന് ചേച്ചി കേക്ക്. അവനാ നേരത്ത് കാട്ടിക്കൂട്ടിരുന്നത് ഞാൻ മാത്രം കണ്ടുള്ളൂ. അവനെന്തോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അവൻ്റെ കണ്ണായാലും നാക്കായാലും എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നി. എനിക്ക് കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയായി.